സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പഠിപ്പിക്കുകയാണ് നമ്മെ. ഭൂമിയെയും മണ്ഡകടാഹത്തെയും അല്ലാഹു സംവിധാനിച്ചു. പണ്ട് കാലത്ത് ശാസ്ത്രം ഈ വിഷയം സമ്മതിക്കുന്നുണ്ടല്ലോ. ആദ്യം ഭൂമിയും ആകാശവും നമ്മൾ കാണുന്ന സൂര്യനക്ഷത്രാദികളെല്ലാം ഒട്ടിച്ചേർന്ന ഒരു ഗോളമായിരുന്നുവത്രേ. ഒട്ടിച്ചേർന്ന ഒരു ഗോളമായിരുന്നു. ഇതാണ് ശാസ്ത്രത്തിന്റെ നിഗമനം. പിന്നീട് അതിൽ സ്ഫോടനം സംഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രപഞ്ചം സംവിധാനിക്കപ്പെട്ടത് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അവലം യറല്ലദീന കഫറൂ അന്നസ്സമാവാതി വൽ അർള കാനതാ റതഖാ ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون. മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അന്നസ്സമാവാതി വൽ അർള കാനതാ റതഖാ. എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് എന്റെ സഹോദരങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആകാശഭൂമികളെല്ലാം ഒട്ടിച്ചേർന്ന ഒരു ഗോളമായിരുന്നുവത്രേ. ഫഫതഖനാഹുമാ. എന്നിട്ടൊരു സുപ്രഭാതത്തിലെ ആകാശഗോളങ്ങളെ നമ്മൾ വേർപ്പെടുത്തി. ഫഫതഖനാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. എന്നിട്ട് പിന്നീട് നാം ആകാശഭൂമികളെ വേർപ്പെടുത്തിയിട്ട് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചു. ശാസ്ത്രവും ഇത് തന്നെയാണ് പറയുന്നത്. പണ്ട് കാലത്ത് ഇതെല്ലാം ഒട്ടിച്ചേർന്ന ഒരു ഗോളമായിരുന്നു നാം. ബിഗ് ബാങ് തിയറി എന്ന് പറയും, മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് പറയും. ശാസ്ത്രത്തിന് ഒരുപാട് നിഗമനങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ചില നിഗമനങ്ങളിൽ ശാസ്ത്രം പറയുന്നത് ആകാശവും ഭൂമിയൊക്കെ ഒരു പുക പോലെ പുകപടലങ്ങളായിരുന്നു എന്നാണ്. പുകപടലങ്ങളായിരുന്നു. എന്നാൽ ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത് ആകാശഭൂമികളൊക്കെ ഒട്ടിച്ചേർന്ന് ഒറ്റ പിണ്ഡമായിരുന്നുവെന്നാണ്. ശാസ്ത്രം പറയുന്നു അതൊരു സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിച്ചാണ് പ്രപഞ്ചമുണ്ടായത്. ഇത് പറയുന്ന ശാസ്ത്രത്തോട് ഈ പൊട്ടിത്തെറി നടത്തിയതാരാ എന്ന് ചോദിച്ചു നോക്കൂ. ശാസ്ത്രത്തിന് മറുപടിയില്ല. എന്റെ പ്രിയമുള്ള സഹോദര, കണ്ണൂർ ജില്ലയിലല്ലേ നമ്മൾ താമസിക്കുന്നത്? എവിടെ ഒരു ശബ്ദം കേട്ടാലും, ഒരു ബോംബ് പൊട്ടിയ ശബ്ദം കേട്ടാലും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തെരയുന്ന ജില്ലയാണല്ലോ നമ്മുടെ ജില്ല. എന്നാൽ ലോകത്ത് ഇന്ന് വരെ തുല്യതയില്ലാത്തൊരു മഹാവിസ്ഫോടനം സംഭവിച്ചിട്ട് ആ വിസ്ഫോടനത്തിന്റെ പിന്നിൽ ആരുമില്ലെന്ന് പറയുന്നതിലപ്പുറം വലിയ വിഡ്ഢിത്തം എന്താണ് എന്റെ സഹോദര? അല്ലാഹു പറയുകയാണ്, ഫഫതഖനാഹുമാ. ആ സ്ഫോടനം സംഭവിപ്പിച്ചത് നമ്മളാണ്. ഫഫതഖനാഹുമാ. അങ്ങനെ ഒട്ടിച്ചേർന്ന ആ പിണ്ഡത്തെ നമ്മൾ വേർപ്പെടുത്തി. ആകാശമുണ്ടായി, സൂര്യനുണ്ടായി, ചന്ദ്രനുണ്ടായി, നക്ഷത്രങ്ങളുണ്ടായി. അങ്ങനെ ഈ വിശാലമായ പ്രപഞ്ചം സംവിധാനിക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അല്ലാഹു പറയുകയാണ്, ആ വിസ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഞാനാണ്. ലോകത്ത് റബ്ബല്ലാതെ വേറൊരാളും ആ വിസ്ഫോടനത്തിന്റെ അവകാശം ഉന്നയിച്ചിട്ടില്ല. അല്ലാഹു അല്ലാതെ വേറൊരാളും ആ വിസ്ഫോടനത്തിന്റെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു പ്രപഞ്ചത്തെ സംവിധാനിക്കുകയാണ് മനുഷ്യന് വേണ്ടി. ഈ പ്രപഞ്ചം എന്ന് സംവിധാനിക്കപ്പെട്ടു എന്ന ഉത്തരം പോലും പറയാൻ ലോകത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 10,000 കോടി വർഷമായി എന്നാണ് ചില ആളുകൾ പറയുന്നത്. പ്രപഞ്ചം ഉണ്ടായിട്ട് 10,000 കോടി വർഷമായി. വേറെ ചില ആളുകൾ പറയുന്നത് 13,000 കോടി വർഷമായി എന്നാണ്. വേറെ ചില ശാസ്ത്ര സിദ്ധാന്തം 15,000 കോടി വർഷമെന്നാണ്. എന്നാൽ വേറെ ചില ആളുകൾ പറയുന്നത് 18,000 കോടിയും 20,000 കോടിയുടെ ഇടക്കാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്തുണ്ടായെന്ന് പോലും പറയാൻ കഴിയാത്തവരാണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരാളുമില്ല എന്ന അഹങ്കാരത്തിന്റെ വാദവുമായി കടന്നു വരുന്നത്. സമ്മതിക്കാനും കഴിയുമോ? റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുകയാണ്. ആർക്ക് വേണ്ടി? മനുഷ്യന് വേണ്ടി. അല്ലാഹു പ്രപഞ്ചത്തെ സംവിധാനിച്ചു. പ്രപഞ്ചത്തിൽ അല്ലാഹു തന്റെ അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നിടത്ത് പറയുന്നുണ്ട്. ആദ്യമായി റബ്ബ് ആകാശങ്ങളുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു എണ്ണുന്നുണ്ട്. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ആകാശങ്ങളെ നമ്മൾ നമ്മുടെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ആകാശം എങ്ങനെയുണ്ടായി? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്.
ഈ ഒരു ചെറിയ പന്തൽ ഇവിടെ താങ്ങി നിർത്താൻ 4 കാലുകൾ കുഴിച്ചിട്ടിട്ടില്ലേ? എന്നാൽ വിശാലമായി ആകാശം. ഈ ആകാശത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു തൂണുകൾ കാണുന്നുണ്ടോ? ഒരു തൂണ് പോലും മനുഷ്യനെ കാണാനും കഴിയില്ല. ഈ തൂണുകളില്ലാതെ വിശാലമായ പ്രപഞ്ചം എങ്ങനെ ഉയർന്നു നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, ലോകമേ നിങ്ങൾ പറ, ആരാണ് തൂണില്ലാതെ ആകാശത്ത് ഉയർത്തി നിർത്തിയത്? എന്നിട്ട് റബ്ബ് തന്നെ പറയുന്നു, വസ്സമാ ബനൈനാഹാ ബിഐദി വഇന്നാ ലമൂസിഊൻ. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മളാണ്. ആകാശത്തെ തൂണില്ലാതെ ഉയർത്തി നിർത്തിയതും നമ്മൾ തന്നെയാണ്. ശാസ്ത്രം പറയാൻ 7 ആകാശമുണ്ട്. ശ്രദ്ധിക്കണം. ചില മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 7 ആകാശമുണ്ടത്രേ. ആകാശം ഭൂമിയെ ആകമാനം ആവരണം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ആ 1-ാം ആകാശത്തിനപ്പുറം 2-ാം ആകാശമുണ്ട്. 2-ാം ആകാശത്തിനപ്പുറം 3-ാം ആകാശമുണ്ട്. അങ്ങനെ 7 ആകാശമുണ്ടെന്നാണ് ശാസ്ത്രത്തിന്റെ നിഗമനം. പരിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്. 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയെ ആകമാനം ആവരണം ചെയ്ത് നിൽക്കുന്ന 1-ാം ആകാശം, അവിടെ നിന്ന് 500 കൊല്ലം സഞ്ചരിച്ചാലാണത്രേ 2-ാം ആകാശം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓരോ ആകാശത്തിനും ഇടക്ക് 500 കൊല്ലത്തെ വഴി ദൂരമുണ്ടത്രേ. ആരാ ഇത് പറയുന്നത്? ശാസ്ത്ര നിരീക്ഷണം നടത്ത നബിയല്ല, ആകാശ ലോകങ്ങളിലൂടെ സഞ്ചരിച്ചു പോയ മുഹമ്മദ് മുസ്തഫ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. ആകാശ ലോകങ്ങളിലൂടെ സഞ്ചരിച്ചു പോയ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓരോ ആകാശത്തിനും ഇടക്ക് 500 കൊല്ലത്തെ വഴി ദൂരമുണ്ടത്രേ. അങ്ങനെ 7 ആകാശം. ആ 7 ആകാശങ്ങൾ എന്തിനാണ് അല്ലാഹു സൃഷ്ടിച്ചത്? നമ്മുടെ കെട്ടിടങ്ങൾക്ക് നമ്മൾ മേൽക്കൂര ഉണ്ടാക്കാറുണ്ട്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും വീടായ, നമ്മുടെ എല്ലാവരുടെയും വാസസ്ഥലമായ ഭൂമിക്ക് അല്ലാഹു സൃഷ്ടിച്ച മേൽക്കൂരയാണ് ആകാശമെന്ന ഖാലല്ലാഹു അസ്സ വജൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. മേൽക്കൂരയാണ് ആകാശം. എന്താ കാരണം? ആകാശത്തിന് മുകളിൽ ഒരു സൃഷ്ടിയുണ്ടത്രേ. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, സിദ്റത്തുൽ മുൻതഹ എന്നാണ് ആ സൃഷ്ടിയുടെ പേര്. മേൽഭാഗത്ത് നിന്നൊരു വസ്തുവും താഴോട്ട് വരാൻ അനുവദിക്കുകയില്ലത്രേ. മേൽഭാഗത്ത് നിന്ന് വല്ല വസ്തുക്കളും താഴോട്ട് വരികയാണെങ്കിൽ അതവിടെ ആകാശങ്ങളിൽ പിടിച്ചു വെക്കപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. താഴോട്ടത് വന്ന് നേരെ പതിക്കുകയാണെങ്കിൽ ഭൂമിയാകമാനം കത്തിച്ചാമ്പലായി പോകും. അതുണ്ടാകരുത്. ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതം സ്വസ്ഥമാകണം. അതിനല്ലാഹു ചെയ്ത പണി ആകാശമാകുന്ന മേൽക്കൂരയെ സൃഷ്ടിച്ച് ഭൂമി അല്ലാഹു ഭദ്രമാക്കി നിർത്തിയിരിക്കുകയാണ്. ലോകമേ, ദൈവമില്ലെന്ന് പറയുന്നവരെ, ഈ പ്രപഞ്ചത്തിൽ there is no God, ഒരു ദൈവത്തിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നവരെ, ആരാണ് ഈ ആകാശങ്ങളെ മേൽക്കൂരയായി സൃഷ്ടിച്ചത്? ഇത് പ്രകൃതിയാ ഉണ്ടായതാണോ? റബ്ബിന്റെ ചോദ്യം ഗണഗംഭീരമായ ശൈലിയിലാണ്. അല്ലാഹു ചോദിക്കുന്നത് ഗണഗംഭീരമായ ശൈലിയിലാണ്. ആരാണ് ഈ 1-ാം ആകാശം മുതൽ 7 ആകാശം വരെയുള്ള ആകാശങ്ങളെ ഭൂമിക്ക് ഭദ്രമായ മേൽക്കൂരയായി സൃഷ്ടിച്ചത്? എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്ക്. റബ്ബ് ഓരോ സെക്കൻഡിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. മേൽപോട്ട് നോക്കുമ്പോ ആകാശം കാണുകയില്ലാതെ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആകാശത്തിലൂടെ ആകാശത്തിന് താഴ്ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്ന സൂര്യനെ കാണുമ്പോ എന്താണ് ഇതിന് പിന്നിലുള്ള തത്വമെന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ രാജാതിരാജനായ റബ്ബ് പഠിപ്പിക്കുകയാണ്, എന്റെ സഹോദര, വിശാലമായ കത്തിജ്വലിക്കുന്ന സൂര്യനില്ലേ, ഭൂമിയുടെ 3.33 ഇരട്ടി വലിപ്പമുള്ള ഗോളമാണത്രേ സൂര്യൻ. ഭൂമിയെക്കാളും 3.5 ഇരട്ടി, ഏകദേശം 3.5 ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്.
ഈ സൂര്യൻ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് ഈ സൂര്യൻ കത്തിജ്വലിക്കുന്നത്? ശാസ്ത്രലോകം പറയുന്നത് ഈ സൂര്യനില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. സൂര്യനില്ലെങ്കിൽ എനിക്കും ജീവിക്കാൻ കഴിയില്ല. ശാസ്ത്രം അതിന് തെളിവ് പറയുന്നുണ്ട്. ഒരു ചെടിയെടുത്ത് നിങ്ങൾ തീരെ സൂര്യപ്രകാശം വരാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി, ഇരുട്ടുള്ള ഒരു മുറിയിൽ കൊണ്ടുപോയി നിങ്ങൾ വെച്ചു നോക്കൂ, ആ ചെടി വളരുകയില്ല. അത് ഉണങ്ങി 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 തകർന്നു പോകും, നശിച്ചു പോകും. എന്താ കാര്യം? ഭൂമിയിലുള്ള ഏതൊരു സസ്യലതാദി വളരണമെങ്കിലും അതിന് സൂര്യപ്രകാശം ആവശ്യമാണ്. ശാസ്ത്രം പഠിപ്പിക്കുന്നു, പ്രോട്ടോപ്ലാസം, സൂര്യന്റെ പ്രകാശം തട്ടിയാൽ മാത്രമേ ചെടികൾ വളരുകയുള്ളൂ. ഉമ്മമാർക്കറിയില്ലേ, നമ്മൾ മത്തങ്ങയുടെ കുരു കൊണ്ടുപോയി കുഴിച്ചിടുമ്പോ നമ്മൾ വെയിലുള്ള സ്ഥലം നോക്കിയാണ് കൊണ്ടുപോയി കുഴിച്ചു മൂടാറുള്ളത്. കാരണം കൂടുതൽ ഖനികൾ, പഴങ്ങൾ അതിൽ നിന്ന് ലഭിക്കുവാൻ വേണ്ടി. എന്താ കാരണം? സൂര്യപ്രകാശമില്ലാതെ ഭൂമിയിൽ ഒരു ചെടി പോലും മുളക്കുകയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇത് പറയുന്ന ശാസ്ത്രത്തോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആരാണ് സൂര്യന് പ്രകാശം കൊടുത്തത്? ലോകത്ത് ഇന്നുവരെ ആരെങ്കിലും വാദിച്ചിട്ടുണ്ടോ ഞങ്ങളാണ് സൂര്യന്റെ പ്രകാശം കൊടുത്തതെന്ന്? ലോകത്ത് ധിക്കാരികളായ അമേരിക്ക പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളാണെന്ന്? റഷ്യയുടെ ശാസ്ത്രജ്ഞന്മാർക്ക് വാദമുണ്ടോ ഞങ്ങളാണെന്ന്? എന്തേറെ റഷ്യയോടും അമേരിക്കയോടും ഒപ്പം മത്സരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയിലെ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളാണ് സൂര്യന് പ്രകാശം കൊടുത്തതെന്നില്ല. ഒരേ ഒരാൾ മാത്രമാണ് അതിന് വാദഗതി ഉന്നയിച്ചത്, അതിന്റെ അവകാശം ഉന്നയിച്ചത്. അതൊരുത്തനാണ് എന്റെ സഹോദര. വജഅല ശംസ സിറാജാ, സൂര്യന് പ്രകാശം നൽകിയത് അല്ലാഹുവാണ്. ഭൂമിയിലെ മനുഷ്യർക്ക് സസ്യലതാദികൾ മുളപ്പിച്ചു കൊടുക്കാൻ ആവശ്യമായ സൂര്യപ്രകാശം സൂര്യന് നൽകിയത് അല്ലാഹുവാണ്. അല്ലാഹുവാൻ റബ്ബ് പറയാൻ ഞാനാണ്. വജഅല ശംസ സിറാജാ. എന്റെ പ്രിയമുള്ളവരെ, വീണ്ടും ചിന്തിച്ചു നോക്കൂ. ശാസ്ത്രം തന്നെ പറയാം, ഈ സൂര്യൻ 12 മണിക്കൂർ കഴിഞ്ഞാൽ പോയി അസ്തമിക്കുന്നു. പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്നു. ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞാൽ. പകലിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ അസ്തമയമാണല്ലോ. അപ്പോഴാണല്ലോ രാത്രി വരുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ രാത്രി വന്നു. എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം, ഈ സൂര്യൻ അസ്തമിക്കാതെ 24 മണിക്കൂറും സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിക്ക് നിൽക്കുകയായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഭൂമി അതിശക്തമായ ചൂടുകൊണ്ട് ചുട്ടുപടുത്ത ചെമ്പിന്റെ തകിട് പോലെയായി മാറും. ഇന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇന്നത്തെ ചൂടൊക്കെ എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഉച്ചക്കൊക്കെ ഉള്ള ചൂട്, ഈ സൂര്യൻ അസ്തമിക്കാതെ, ഒരു കാലത്തും അസ്തമയമില്ലാതെ നട്ടുച്ച സമയത്തുള്ളതുപോലെ സൂര്യൻ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ മനുഷ്യജീവൻ മുഴുവൻ കരിഞ്ഞുണങ്ങിപ്പോകുമായിരുന്നു. മനുഷ്യ ശരീരം മുഴുവൻ, ഒരു ജന്തുജീവജാലവും ഈ ഭൂമിയിൽ ശേഷിക്കുമായിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 12 മണിക്കൂർ കഴിഞ്ഞാൽ ഈ സൂര്യനെ കൊണ്ടുപോയി അസ്തമിപ്പിച്ചു കളയുകയാണ്. സൂര്യനില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. കാരണം സൂര്യപ്രകാശം ഉണ്ടായെങ്കിലേ സസ്യലതാദികൾ വളരുകയുള്ളൂ. എന്നാൽ ഈ സൂര്യപ്രകാശം സദാസമയവും നിലനിന്നാലോ മനുഷ്യ ജീവനത് ഹാനികരമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ സൂര്യനെ കൊണ്ടുപോയി അസ്തമിപ്പിച്ചു കളയുന്നു. രാത്രി അല്ലാഹു പകൽ ചൂട് പിടിച്ച ഭൂമി അല്ലാഹു തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭൂമി തണുപ്പിക്കുകയാണ്. നമ്മൾ കടന്നുറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി അല്ലാഹു പ്രപഞ്ചത്തിലെ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഭൂമി ഇപ്പൊ തണുപ്പിക്കുന്നത്? രാവിലെ വീണ്ടും സൂര്യനെ കൊണ്ടുവരാൻ. എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്? ലോകത്താരെങ്കിലും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, 2 കിഴക്കിന്റെയും 2 പടിഞ്ഞാറിന്റെയും നാഥനായ അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രവർത്തനത്തിന് പിന്നിലുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതം സുഖകരമായി തീരുവാൻ വേണ്ടി അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. പോകട്ടെ എന്റെ സഹോദര, ശാസ്ത്രം പറയുന്നത് ഈ സൂര്യൻ ഭൂമിയിൽ നിന്നൊരു നിശ്ചിത അകലത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന. ഒരു നിശ്ചിത അകലത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ഒരൽപ്പമങ്ങാനും സൂര്യൻ ഭൂമിയോടടുക്കുകയായിരുന്നുവെങ്കിൽ ഭൂമി കത്തിച്ചാമ്പലായി പോകുമായിരുന്നു. എന്നാലോ ഒരൽപ്പമങ്ങാനും സൂര്യൻ മേൽപോട്ട് പോവുകയാണെങ്കിലോ അതിശക്തമായ തണുപ്പ് കൊണ്ട് ഭൂമി തണുത്തുറഞ്ഞ് ഭൂമിയിലെ ജീവജാലങ്ങൾ നശിച്ചു പോകുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ,
ആരാണ് സൂര്യനെ മേൽപോട്ട് പോകാൻ അനുവദിക്കാതെ താഴോട്ട് വരാനും അനുവദിക്കാതെ ഒരു നേർരേഖയിലൂടെ സൂര്യനെ സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാരാ? എനിക്കും നിങ്ങൾക്കും ആവശ്യമായ രീതിയിൽ ആ സൂര്യനെ നമുക്ക് വേണ്ടി ഈ രീതിയിൽ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തഖദീറുൽ അസീസിൽ അലീം, സർവജ്ഞനായ അതേപോലെ പ്രതാപശാലിയായ അല്ലാഹുവാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ റബ്ബിനെ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും? എന്റെ പ്രിയമുള്ള സഹോദര, ഈ റബ്ബിനല്ലേ നമ്മളെല്ലാം സമർപ്പിക്കേണ്ടത്. ഇനിയും ഞാൻ കടന്നു വരാം. ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതം മുഴുവൻ അല്ലാഹുവിനെ സമർപ്പിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. അണ്ടകടാഹത്തിന്റെ മുഴുവൻ സംവിധാനവും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഓരോ സെക്കൻഡിലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് പരമാധികാരിയായ അല്ലാഹു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ശാസ്ത്രം തന്നെ പഠിപ്പിക്കുകയാണ്, സൂര്യനിൽ നിന്ന് 3-ാം സ്ഥാനത്താണ് ഭൂമി നിലകൊള്ളുന്നത്. ശ്രദ്ധിക്കണം, സൂര്യനിൽ നിന്ന് 3-ാം സ്ഥാനത്താണ് ഭൂമി നിലകൊള്ളുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി. ബുധൻ, ശുക്രൻ, ഭൂമി എന്നാണ് എണ്ണാറുള്ളത്. 3-ാം സ്ഥാനത്താണ് ഭൂമി. എന്റെ ഭൂമി 3-ാം സ്ഥാനത്തായത്? 1-ാം സ്ഥാനത്ത് ബുധന്റെ സ്ഥാനത്തായിരുന്നു ഭൂമിയെങ്കിൽ ഭൂമി ഉണ്ടാകുമായിരുന്നില്ല. അത്രമാത്രം ചൂട് ഭൂമിക്ക് താങ്ങി നിർത്താനും കഴിയില്ല. അങ്ങനെ ഇനി ഭൂമിക്ക് താങ്ങി നിർത്താൻ കഴിഞ്ഞാൽ തന്നെ മനുഷ്യന് ആ ചൂട് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭൂമിയെ 3-ാം സ്ഥാനത്തേക്ക് പടച്ചതമ്പുരാൻ മാറ്റി നിർത്തിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ. ഇനിയും നിങ്ങൾ വരൂ, സൂര്യനെ കുറിച്ചല്ലേ നമ്മ ഇപ്പൊ പറഞ്ഞത്. ഇനി നേരെ നമുക്കൊന്ന് നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എന്റെ കൂടെ ചിന്തിച്ചു വരണം. ഞാൻ ചില വിചിന്തനീയമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഭൂമിയുടെ മുകളിൽ ഈ സംവിധാനം ചെയ്യുന്ന റബ്ബിനെ മറന്ന് നമ്മൾ ജീവിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ അനതിവിദൂരമായിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്, അലം നജ്അലിൽ അർള മിഹാദാ والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا അലം നജ്അലിൽ അർള മിഹാദ, മനുഷ്യരെ ഭൂമിയെ നിങ്ങൾക്ക് മിഹാദ, തൊട്ടിൽ പോലെയാക്കി തന്നില്ലയോ? ഭൂമിയെ തൊട്ടിൽ പോലെയാക്കി തന്നില്ലയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ചിന്തിക്കണം. ഭൂമിയുടെ മുകൾ ഭാഗം തൊട്ടിൽ പോലെയാണ്. ഭൂമിയുടെ അന്തർഭാഗമോ, ഭൂമിയുടെ ഉൾഭാഗത്തുള്ളത് ശക്തമായ തീജ്വാലകളാണ്. അതേപോലെ ശക്തമായ ലാവകളാണ് ഭൂമിയുടെ അന്തർഭാഗത്തുള്ളത്. അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറില്ലേ, അഗ്നിപർവ്വതം പൊട്ടിയെന്ന്. അഗ്നിപർവ്വതം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ഈ വാതകങ്ങളൊക്കെ പുറത്തേക്ക് വരാറുണ്ട്. ഭൂമിയുടെ അന്തർഭാഗം എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഊഷ്മാവ് കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാലോ എന്റെ പ്രിയമുള്ള സഹോദര, ഭൂമിയുടെ മുകൾ ഭാഗമാണെങ്കിലോ നല്ല സുന്ദരമായ തൊട്ടിൽ പോലെ ഭൂമിയുടെ അന്തർഭാഗത്താണ് മനുഷ്യൻ ആവശ്യമുള്ള പല വസ്തുക്കളെയും അല്ലാഹു അടക്കം ചെയ്തത്. ഭൂമിയുടെ മുകൾ ഭാഗമോ, ഭൂമിയുടെ മുകൾ ഭാഗം മനുഷ്യനെ കൃഷി ചെയ്ത് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ, വീടുകളെടുത്ത് താമസിക്കാൻ അനുയോജ്യമായ രീതിയിൽ അല്ലാഹു സംവിധാനിച്ചു. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ലോകത്ത് ഇന്നുവരെ ഒരാളും ബാധിച്ചിട്ടില്ല. ഈ സംവിധാനത്തിന് പിന്നിലൊക്കെ ഞാനുണ്ടെന്ന് അല്ലാഹുവല്ലാതെ ലോകത്തൊരു ശക്തിയും ഇന്നുവരെ ഇതിന് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ആ റബ്ബിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയാനാണ് ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഭൂമി, മനുഷ്യന് ഇരുമ്പ് വേണം, ഇരുമ്പ് ഭൂമിയിലുണ്ട്. മനുഷ്യന് സ്വർണം വേണം, സ്വർണത്തിന്റെ ഖനികൾ ഭൂമിയിലുണ്ട്. ഇരുമ്പ്, നിങ്ങൾ ചിന്തിച്ചു നോക്കും, മനുഷ്യൻ ആവശ്യമുള്ള സ്വർണവും ഇരുമ്പുമാണ് ഭൂമിയുടെ മുകൾ ഭാഗത്ത് അല്ലാഹു സംവിധാനിച്ചതെങ്കിൽ ചൂടേക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂട് പിടിക്കും ഇരുമ്പ് ചൂട് പിടിച്ചാൽ പിന്നെ മനുഷ്യനെ ചവിട്ടി നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പക്ഷെ ഇരുമ്പ് മനുഷ്യനാവശ്യമുണ്ട്, സ്വർണം മനുഷ്യനാവശ്യമുണ്ട്. പക്ഷെ ആ ഖനികളൊക്കെ ഭൂമിയുടെ അന്തർഭാഗത്ത് അല്ലാഹു സംവിധാനിച്ചു.
ആവശ്യമുള്ളവർക്കത് കുഴിച്ചെടുക്കാം. ഭൂമിയുടെ ഉപരിഭാഗമോ മുകൾ ഭാഗമോ, ഭൂമിയുടെ ഉപരിഭാഗം മനുഷ്യന് ജീവിക്കാൻ, കൃഷി ചെയ്ത് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിലുള്ള സംവിധാനമാണ് അല്ലാഹു ഭൂമിയുടെ മുകൾ ഭാഗത്ത് ചെയ്തത്. അലം നജ്അലിൽ അർള മിഹാദാ, ഭൂമിയെ നാം നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നില്ലയോ? മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനവും ഭൂമിയിൽ അല്ലാഹു ചെയ്തു വെച്ചു. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വീണ്ടും പഠിപ്പിക്കുകയാണ്, ഈ ഭൂമി ഉള്ളത് വെള്ളത്തിന് മുകളിലാണ്. എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, ഈ ഭൂമി ഉള്ളത് വെള്ളത്തിന് മുകളിലാണ്. വെള്ളത്തിന് മുകളിലുള്ള വസ്തു എപ്പോഴും ചാഞ്ഞും ചെരിഞ്ഞും അത് തലകീഴയായി മറയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. വെള്ളത്തിന് മുകളിലുള്ള ഭൂമി തലകീഴയായി മറിഞ്ഞാൽ ഞാനും നിങ്ങളും വെള്ളത്തിൽ മുങ്ങി ചത്തുപോകും. ഞാനും നിങ്ങളും വെള്ളത്തിൽ മുങ്ങി ജീവഹാനി സംഭവിച്ചു പോകും. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വെള്ളത്തിന് മുകളിൽ സൃഷ്ടിച്ച ഭൂമിയെ വെള്ളത്തിന് മുകളിൽ അടിച്ചുറപ്പിച്ചു നിർത്താൻ അല്ലാഹു ഉപയോഗിച്ച സംവിധാനം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൽ ജിബാല ഔതാദാ, ഭൂമിയുടെ മുകളിൽ നാം പർവ്വതങ്ങളെ ആണികളായി അടിച്ചുറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. നമ്മൾ കാണുന്ന പർവ്വതങ്ങൾ ഭൂമിയുടെ ആണികളാണ്. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ മോറീസ് ബുഖായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞു, ഭൂമിയുടെ അടിഭാഗം മുതൽ തന്നെ ഈ പർവ്വതത്തിന്റെ അസ്ഥിവാരങ്ങൾ തുടങ്ങുന്നുണ്ട്. അതായത് ആണി അടിച്ചുറപ്പിച്ചു നിർത്തിയതാണ് ഭൂമിയെ. എന്തിനലി അല്ലാ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ഭൂമി ആടി ഉലയാതിരിക്കാൻ. ഭൂമി ആടി ഉലഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം താറുമാറാകും. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കാറില്ലേ പല സ്ഥലങ്ങളിലും ഭൂകമ്പമുണ്ടായെന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആരാണോ ഭൂമിയെ നമുക്ക് പിടിച്ചു നിർത്തി തരുന്നത്? ആരാണോ ആകാശത്തെ മേൽക്കൂരയെ പോലെ നിർത്തി തന്നത്? ആരാണോ എന്റെ സഹോദര സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് ആവശ്യമായ രീതിയിൽ സംവിധാനിച്ചത്? ആ റബ്ബിനല്ലേ നമ്മൾ വഴിപ്പെടേണ്ടത്? ആ റബ്ബിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിതം നയിക്കേണ്ടത്? ആ റബ്ബിന്റെ നിയമങ്ങളല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബിനോട് നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അണ്ടകടാഹത്തിലെ മുഴുവൻ സംവിധാനവും എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് സഹോദര. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. ശാസ്ത്രലോകത്തിന് ഒരുപാട് സംഭാവന ചെയ്ത വ്യക്തിത്വമാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. തത്വചിന്തക്ക് ഒരുപാട് സംഭാവന ചെയ്ത വ്യക്തിത്വമാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ തങ്ങളുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, പർവ്വതങ്ങൾ ഉണ്ടല്ലോ, ഭൂമിയിലെ ഉയർന്ന പർവ്വതങ്ങൾ. ഈ പർവ്വതങ്ങൾ ചെയ്യുന്ന മറ്റൊരു പണിയുണ്ട്. എന്താ പർവ്വതങ്ങൾ ചെയ്യുന്ന പണി? മഴക്കാലത്ത് മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പർവ്വതങ്ങൾ വെള്ളം പിടിച്ചു വെക്കുമത്രേ. വെള്ളം മുഴുവൻ പർവ്വതങ്ങൾ പിടിച്ചു വെക്കുമെന്നിട്ടോ. എന്നിട്ട് ആ മലയുടെ താഴ്വാരത്ത് കിണർ കുഴിക്കുന്ന സമയത്ത് ആ കിണറിലേക്കുള്ള വെള്ളം വരുന്നത് ഭൂമിയുടെ അല്ലാഹുവിന്റെ ടാങ്കുകളായ പർവ്വതങ്ങൾ സൂക്ഷിച്ചു വെച്ച വെള്ളമാണത്രേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്ക്. മലയുടെ താഴ്വാരത്ത് ആളുകൾ താമസിച്ച് കിണർ കുഴിക്കുമ്പോ ആ കിണറിലേക്ക് ലഭിക്കുന്ന വെള്ളം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലകൾ പിടിച്ചുവെക്കുന്ന വെള്ളങ്ങളാണ്. അല്ലാഹുവിന്റെ ഭൂമിയിലെ ടാങ്കുകളാണ് പർവ്വതങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ കിണർ കുഴിക്കുമ്പോ വെള്ളം നമുക്ക് ലഭിച്ചിട്ടില്ലേ? നമുക്ക് എന്ത് ചെയ്യാനും കഴിയും? ഇപ്പോഴിതാ നാടാകെ വളർച്ചയുടെ ഭീഷണിയിലാണല്ലോ, വരൾച്ചയുടെ ഭീഷണിയിൽ. റബ്ബ് സുബ്ഹാനഹു വ തആല ഗുണപ്രദമായ മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴയ്ക്ക് വേണ്ടി ആളുകൾ കേഴുന്ന സമയമാണല്ലോ ഇത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ട് കഷ്ടപ്പെടുകയാണ് പല ജനങ്ങളും. എന്റെ പ്രിയമുള്ളവരെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവില്ലെന്ന് പറയുന്നവരോട്, ഈ പ്രപഞ്ചം നിയന്ത്രിക്കാൻ ആരുടെ ആവശ്യമില്ലെന്ന് പറയുന്നവരോട്, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു വിധാതാവില്ലെന്ന് പറയുന്നവരോട്, there is no God, ദൈവത്തിന്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, H2O 2 ഹൈഡ്രജൻ
ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്ന് ശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, തത്വമുണ്ടല്ലോ. H2O വെള്ളമെന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണെന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് മഴയില്ലാതെ വിഷമിക്കുന്നത് ലോകം? ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ മാമാങ്കമാണല്ലോ. ഭരണാധികാരികൾ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന പ്രതിനിധികൾ പല ഓഫറുകളെയും ചെയ്യുന്ന കാലഘട്ടമാണല്ലോ. പല ആളുകളും പല വാഗ്ദാനങ്ങളും നൽകുകയാണല്ലോ. പ്രകടന പത്രിക പുറത്തിറക്കിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പ്രകടന പത്രികയിൽ നിങ്ങൾ കണ്ടോ ഈ വേനൽക്കാലത്ത് നിങ്ങൾക്കൊരാശ്വാസം ഞങ്ങൾ നൽകാം, 2 മാസം ചൂട് കുറയുമെന്ന്? എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഈ അന്തരീക്ഷത്തിന്റെ ഊഷ്മാവിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? മറുപടി പറയൂ ലോകമേ. ഈ പ്രപഞ്ചത്തിന് ദൈവമില്ലെന്ന് പറയുന്നവർ, ഈ വിശാലമായ അണ്ഡകടാഹം ഭരിച്ചു മുന്നോട്ട് പോകാൻ ഇതിന്റെ സംവിധാനത്തിന് ആരുടെ ആവശ്യമില്ലെന്ന് പറയുന്നവരെ, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ കഴിയുമോ? നമുക്കറിയാമല്ലോ, പവർ കട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. വീട്ടിൽ പവർ കട്ടുണ്ട്. മാർച്ച് മാസത്തിൽ SLC പരീക്ഷ നടക്കുന്ന സമയത്ത് പവർ കട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വീണ്ടും പവർ കട്ടായി. പവർ കട്ട് എന്താ കാരണം? പവർ കട്ടില്ലെങ്കിൽ അടുത്ത വർഷക്കാലം വരെ വൈദ്യുതി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ പിടിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് അത് സംബന്ധമായുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാർ പറയുന്നത്. അതല്ലേ മന്ത്രി പറഞ്ഞത്? കേരളം ഇരുട്ടിലാകും, കാരണം മഴ ചതിച്ചുവെന്നാണ് പറഞ്ഞത്. മഴ ചതിച്ചു, അങ്ങനെ പറയണോ? H2O 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്ന് പറയുന്നവർക്ക് എന്തേ വെള്ളമുണ്ടാക്കിക്കൂടായിരുന്നില്ലേ? وَأَنزَلْنَا مِنَ الْمُعْصِرَاتِ مَاءً ثَجَّاجًا. പടച്ചതമ്പുരാന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ ലോകം മുട്ടുമടക്കുകയാണ്. ഒരു തുള്ളി വെള്ളമുണ്ടാക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ഒരു തുള്ളി വെള്ളമുണ്ടാക്കാൻ ലോകത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതല്ലേ റബ്ബ് ചോദിച്ചത്, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ? നിങ്ങളാണോ ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്നത്, അതോ നാമാണോ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ് നമ്മളോട്. ഈ ഒരു തുള്ളി വെള്ളം പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത മനുഷ്യനെങ്ങനെയാണ് രാജാതിരാജനായ റബ്ബിന്റെ അസ്തിത്വത്തിന് മുമ്പിൽ അഹങ്കരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അനുഗുണമായ മഴ അല്ലാഹു നൽകി നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ശാസ്ത്രലോകം പണ്ടൊരിക്കൽ മഴ പെയ്യിപ്പിച്ചല്ലോ. ശാസ്ത്രം മഴ പെയ്യിപ്പിച്ചപ്പോ എന്താ ഉണ്ടായത്? ആ മഴയുടെ തുള്ളി ഏതൊക്കെ ശരീരത്തിൽ പതിച്ചോ ആ ശരീരം മുഴുവൻ രോഗബാധിതരായി കിടന്നു. അവർക്ക് മുഴുവൻ രോഗം പിടിപെട്ടു. നിങ്ങൾ ചിന്തിച്ചു നോക്കാരാ ഈ മഴയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ആരാ നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം നൽകുന്നത്? വൻസല്ലാ മിനൽ മുഅശ്ശറാത്തി മഅൻ സജ്ജാജാ. ആകാശങ്ങളിൽ നിന്ന് മേഘങ്ങളിൽ നിന്ന് വെള്ളമിറക്കുകയാണ്. ആ മഴ വർഷിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു ഭൂമിയിലെ സസ്യലതാദികളെ, അല്ലാഹു ഉണങ്ങിപ്പോയ സസ്യലതാദികളെ മുളപ്പിക്കുന്നത്. وجعلنا فيها جواما أنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. അങ്ങനെയാണ് അല്ലാഹു ഭൂമിയിലെ തോട്ടങ്ങളെ അല്ലാഹു ഭക്ഷിച്ചതായി നിലനിർത്തി തരുന്നത്. ഈ റബ്ബിനല്ലേ നമ്മൾ വഴിപ്പെടേണ്ടത്? അണ്ഡകടാഹത്തിലെ മുഴുവൻ സംവിധാനവും നമുക്ക് വേണ്ടി ചെയ്തു തന്ന രാജാതിരാജനായ റബ്ബിനെ മറക്കുന്നവൻ എത്രമാത്രം നന്ദി കെട്ടവനാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാനായ പ്രവാചകന്റെ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരെങ്കിലും റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് അവനവന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി, സ്വന്തം ശരീരത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. രാജാതിരാജനായ റബ്ബിനെ ഉൾക്കൊള്ളാൻ, റബ്ബിനെ മനസ്സിലാക്കാൻ മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടച്ചതമ്പുരാൻ പഠിപ്പിച്ച 2 അനുഗ്രഹം മാത്രം ഞാൻ എടുത്തു പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അലം നജഅൽ ലഹു ഐനൈൻ, മനുഷ്യരെ നിങ്ങൾക്ക് നാം 2 കണ്ണു നൽകിയില്ലയോ? അലം നജഅൽ ലഹു ഐനൈൻ,
മനുഷ്യരെ നിങ്ങൾക്ക് നാം രണ്ട് കണ്ണു നൽകിയില്ലയോ? വലിസാനൻ വശഫതൈൻ, ഒരു നാവും രണ്ട് ചുണ്ടും നൽകിയില്ലയോ? അലം നജഅൽ ലഹു ഐനൈൻ. എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം, റബ്ബിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് നാം രണ്ടു കണ്ണ് നൽകിയില്ലയോ? എന്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ഈ കണ്ണെന്ന അനുഗ്രഹം എങ്ങനെ ലഭിച്ചു? ഈ വിശാലമായ പ്രപഞ്ചത്തെ കാണാനുള്ള കഴിവെങ്ങനെ ഉണ്ടായി? ഒരുപാട് ആളുകളുടെ നമ്മുടെ ഇടയിൽ പ്രപഞ്ചമെന്തെന്നവരെ കണ്ടിട്ടില്ല. എന്തേറെ സ്വന്തം മാതാവിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ, സ്വന്തം പിതാവിനെ കണ്ടിട്ടില്ലാത്തവർ, ഈ പ്രപഞ്ചമെന്തെന്നറിയാത്തവർ എത്രയെത്ര ആളുകളുണ്ട് എന്റെ സഹോദര, എത്രയെത്ര ആളുകളുണ്ട്. ആരാ നമുക്ക് ഈ രണ്ട് കണ്ണിന്റെ കാഴ്ച നൽകിയത്? കാഴ്ചയില്ലാത്തവർക്ക് ആ കാഴ്ച നിഷേധിച്ചത് ആരാണ്? വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട സഹോദര, അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അലം നജഅൽ ലഹു ഐനൈൻ. നിങ്ങൾക്ക് ഈ രണ്ട് കണ്ണിന്റെയും കാഴ്ച നൽകിയത് നാമാണ് മനുഷ്യരെ. ഒരു മാതാവും വിചാരിച്ചാൽ ഒരു കുഞ്ഞിനും കണ്ണിന്റെ കാഴ്ച ശക്തി ലഭിക്കുകയില്ല, കണ്ണിന് കാഴ്ച ശക്തി ലഭിക്കുകയില്ല. ഒരു പിതാവും മരിച്ചു വിചാരിച്ചാലും ഒരു കുഞ്ഞിനും ഒരിക്കലും കാഴ്ച ശക്തി ലഭിക്കുകയില്ല. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, ഒരു നാവും രണ്ട് ചുണ്ടും നൽകിയില്ലയോ? പടച്ച റബ്ബ് ചോദിക്കുകയാണ്, വലിസാനൻ വശഫതൈൻ, ഒരു നാവും രണ്ട് ചുണ്ടും നൽകിയില്ലയോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു നോക്കണം. ജീവിതത്തിൽ ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാത്തവർ, സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി ഉപ്പ എന്ന് വിളിക്കാൻ കഴിയാത്തവർ, ഉമ്മായുടെ മുഖത്ത് നോക്കി ഉമ്മ എന്ന് വിളിക്കാൻ കഴിയാത്തവർ, എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്, നാവ് ചലിപ്പിച്ചാൽ നാവ് ചലിക്കാത്തവർ, നാവ് ചലിക്കും പക്ഷെ അക്ഷരങ്ങൾ പുറത്തു വരാത്തവർ. ആരാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സംസാരിക്കാനുള്ള ഈ ശക്തി നൽകിയത്? ആരാണ്? നമ്മൾ നാവങ്ങനെ ചലിപ്പിക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അക്ഷരങ്ങൾ പുറത്തു വരാനുള്ള ശക്തി നമുക്ക് നൽകിയത് ആ റബ്ബിനെയല്ലേ നമ്മൾ ഭയപ്പെടേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് ഈ സംവിധാനങ്ങളെല്ലാം ചെയ്തു തന്ന റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനോട് നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ മുഴുവൻ അനുഗ്രഹത്തെ കുറിച്ചും അല്ലാഹു നമ്മളോട് ചോദിക്കുമത്രേ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ ഫയൻദുറു അയ്മന മിൻ ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ ഫയൻദുറു അയ്സറ മിൻ ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ ഫയൻദുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ലാ النار تلقاء وجهه فاتقوا النار ولو بشق تمرة. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, നിങ്ങളിൽ നിന്നെല്ലാവരും തന്റെ റബ്ബിനോട് നേരിട്ട് സംസാരിക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, വളരെ ഗൗരവമുള്ള ഹദീസാണിത്. ഹബീബായ നബി പഠിപ്പിക്കുകയാണ്, ഓരോരുത്തരും തന്റെ റബ്ബിനോട് നേരിട്ട് സംസാരിക്കേണ്ടി വരും. ഫയൻദുറു അയ്മന മിൻ, ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തു തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഫയൻദുറു അയ്മന മിൻ, ആ സമയത്ത് ഗത്യന്തരമില്ലാത്ത മനുഷ്യനും എന്റെ വലതുഭാഗത്തേക്ക് നോക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആകാശഭൂമികളടക്കം ഇതിലെ സർവമാന സംവിധാനങ്ങളടക്കം എല്ലാ അനുഗ്രഹത്തെക്കുറിച്ചും അല്ലാഹു എന്നോടും നിങ്ങളോടും ചോദിക്കുമത്രേ. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്ക്, ഓരോ സെക്കൻഡിലും എന്നെയും നിങ്ങളെയും ശ്വസിക്കാൻ അനുവദിക്കുന്ന രാജാധിരാജനായ അല്ലാഹു നമ്മുടെ ഉണർച്ചയിലും ഉറക്കത്തിലും, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെ നമ്മളെ നമ്മുടെ ശ്വസന പ്രക്രിയയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന രാജാധിരാജനായ അല്ലാഹു, കാരുണ്യവാനായ റബ്ബിന് വേണമെങ്കിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത നന്ദികേട് കാരണം നമ്മുടെ ശ്വസന പ്രക്രിയ ഒന്ന് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പിടഞ്ഞ് ജീവഹാനി സംഭവിക്കുമായിരുന്നില്ലേ? ചിന്തിച്ചു നോക്ക്, ആരാണത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനാണോ എന്റെ പ്രിയമുള്ള സഹോദര? 1733 1733 ഇംഗ്ലണ്ടിലെ ശാസ്ത്രജ്ഞനാണ് ഓക്സിജൻ എന്ന വാതകമുണ്ടെന്ന് കണ്ടെത്തിയത്.
കയറിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. അതുവരെ മനുഷ്യൻ ശ്വസിക്കുന്ന വാതകം എന്തെന്ന് പോലും മനുഷ്യൻ അറിയുമായിരുന്നില്ല. എന്നാൽ ഇതൊക്കെ കണ്ടെത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദ്യ മനുഷ്യൻ മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ മനുഷ്യന്റെയും ശ്വസന പ്രക്രിയ നിയന്ത്രിക്കുന്നതാരാണ്? എന്റെ സഹോദര, ഞാനാണോ എന്റെ ശ്വസനം നിയന്ത്രിക്കുന്നത്? ഒരിക്കലുമല്ല. ഞാനാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ശ്വസന പ്രക്രിയ നിന്ന് പോകാതെ നിയന്ത്രിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മരണം സംഭവിക്കുമായിരുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും ചോദിക്കുമ്പോ ഏതെങ്കിലും ഒരു സെക്കൻഡെങ്കിലും ഉണ്ടോ നമുക്ക് മറുപടി പറയാനില്ലാതെ? ഓരോ സെക്കൻഡിലും റബ്ബിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കുകയില്ലേ? നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈ ശ്വസന പ്രക്രിയയെ യഥാവിധി നിർത്തി തന്ന രാജാതിരാജനായ തമ്പുരാൻ ഒരു സഹോദരൻ വന്ന് പറഞ്ഞല്ലോ. ആ സഹോദരന് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് ശ്വസന പ്രക്രിയ ക്ലിയറല്ല. ലെൻസും ഹൃദയവും ഒക്കെ തകരാറിലായതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, ശ്വസന പ്രക്രിയ നമ്മുടെ കരങ്ങളിലായിരുന്നുവെങ്കിൽ, ആ കുഞ്ഞുമോന്റെ മാതാപിതാക്കളുടെ കരങ്ങളിലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞുമോന് ആ തകരാറ് സംഭവിക്കുമായിരുന്നോ? ഇല്ല. നാം അടക്കം നമ്മുടെ ശരീരത്തിലെ സർവമാന പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന രാജാതിരാജനായ അല്ലാഹു, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ റബ്ബിനോട് ഓരോ അനുഗ്രഹത്തിനും അല്ലാഹു ചോദിക്കുമ്പോ ആ ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും നമ്മൾ പറയേണ്ടി വരും. മാമിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഇടക്കൊരു ഭാഷാന്തരം ചെയ്യുന്ന ട്രാൻസ്ലേറ്റർ ഇല്ലാതെ രാജാതിരാജനായ റബ്ബിനോട് സംസാരിക്കേണ്ടി വരും. അല്ലാഹു ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും അങ്ങനെ ചോദിക്കുമ്പോ ഫയൻദുറു അയ്മന മിൻ, ഉത്തരമില്ലാത്ത മനുഷ്യനതാ അവന്റെ വലതുഭാഗത്തേക്ക് നോക്കുകയാണ്. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ, അപ്പോൾ അവൻ മുമ്പ് ചെയ്തു വെച്ച തെറ്റുകൾ മാത്രമാണ് അവൻ കാണുന്നത്. അവൻ ചെയ്തു വെച്ച വളരെ അല്പം നന്മകൾ മാത്രമാണ് അവൻ കാണുന്നത്. ഫയൻദുറു ഐസറ മിൻ, അപ്പോഴതാ ഗത്യന്തരമില്ലാത്തവരെ രക്ഷപ്പെടുത്താൻ അവന്റെ ഇടതുഭാഗത്ത് വല്ലതുമുണ്ടോ എന്നവൻ ശ്രദ്ധിച്ചു നോക്കുന്നു. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ, അപ്പോൾ അവന്റെ ഇടതുഭാഗത്ത് അവൻ കാണുന്നത് ജീവിതത്തിൽ അവൻ ചെയ്തു വെച്ചിരിക്കുന്ന തെറ്റുകളുടെ കുമ്പാരങ്ങളാണ്. ഫയൻദുറു ബൈന യദൈ, ആ സമയത്ത് അവന്റെ മുൻഭാഗത്തേക്ക് നോക്കുന്നു. ഫലാ യറാ ഇല്ല النار തിൽഖാഅ വജ്ഹി, ആ സമയത്ത് അവന്റെ മുൻഭാഗത്ത് അവൻ കാണുന്നത് കത്തിയാളുന്ന നരകമാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പൂർവികന്മാരായ മഹാന്മാർ അവരെയൊക്കെ സദാസമയവും ചിന്തിപ്പിച്ചിരുന്ന ഇതായിരുന്നില്ലേ എന്റെ പ്രിയമുള്ള സഹോദരൻ?